ലോകത്തിന് മോചനത്തിന്റെ മാർഗം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട, പ്രവാചകന്മാർ വഴി ഈ ലോകത്തിന് ലഭിച്ചിട്ടുള്ള ആ സന്മാർഗം ലോകത്തിന് കൈമാറേണ്ട, അങ്ങനെ ലോകത്തിലെ സർവ്വ മനുഷ്യരെയും യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും യഥാർത്ഥമായ നീതിയിലേക്കും യഥാർത്ഥമായ സംസ്കാരത്തിലേക്കും തിരിച്ചു വിളിക്കേണ്ട ആളുകൾ അവർ പോലും വളരെ അധികം മോശമായ ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതാണ് കാണുന്നത്. മോശമായ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത്, ഇസ്ലാഹി പ്രസ്ഥാനം രംഗത്ത് വന്നത്. ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും പ്രവാചകന്റെ അനുയായികളായി അവകാശപ്പെടുന്നവരെയും അതുപോലെ തന്നെ അതിന് പുറത്തുള്ളവരെയും എല്ലാവരെയും ഒരേ രൂപത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സൃഷ്ടാവിന്റെ ആ സന്ദേശത്തിലേക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാർഗദർശനത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ അതിനായി ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്, എന്തിനാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്? വേറെ ഒന്നിനുമല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും തത്വം ഈ സമൂഹത്തെ പഠിപ്പിക്കാനാണ്, ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കാനാണ്. കാര്യമെന്താ? നമുക്കറിയാം, ലോകത്തോട് ഈ സന്ദേശം വിളിച്ചു പറയേണ്ട, പ്രവാചകന്മാർ പഠിപ്പിച്ച ദൗത്യം വിളിച്ചു പറയേണ്ട, മനുഷ്യരാക്രമങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട മുസ്ലിം സമുദായത്തിന്റെ തന്നെ അവസ്ഥ എത്രമാത്രം മോശമായി പോയി നിങ്ങളൊന്ന് കാണൂ. ദർഗയെല്ലാം ഏർവാടി കമ്മിറ്റി വെപ്പന്മാരിൽപ്പെട്ടതാണ്. ഈ സ്ഥലത്തിന്റെ നിർവാഹം കഞ്ഞുവെട്ടാകും ഏർവാടി സുഖതാക്കളുടെ അള്ളാഹിനെ കൊണ്ടുള്ള പരിപൂർണമാണ്. നാളെ മഹശർക്ക് രക്ഷ കിട്ടാനുള്ള വീണാക്കപ്പെട്ടവർ അത്ഭുതപ്പെടുക. നിങ്ങളുടെ ഹാജത്തുകൾ, നിങ്ങളുടെ മുറാദുകൾ, ദുനിയാവുടെ കാര്യം, ആഖിറത്തിന്റെ കാര്യം, അവരവരുടെ മുറാദുകൾ മനസ്സിലാക്കാൻ ഈ കഞ്ഞി മുടങ്ങാതെ വണ്ണം ദിവസം കൊടുക്കാൻ വേണ്ടി തനിപ്പെട്ട എന്തോ ഒരു മുതലാളിമാരോ എന്തോ ഒരു കമ്മിറ്റിയോ ഇതിനുള്ള സഹായങ്ങളില്ല. അഞ്ഞിരമുറ്റം പള്ളിയിലെ കൊടികുത്തു നേർച്ച ആ മഹാനോടുള്ള ഭക്തിയും ആദരവും പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഇവിടെ കൊടികുത്ത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 200 വർഷത്തെ പഴക്കമുള്ളതായി പഴമക്കാർ പറയുന്നു. ഈ മഹാനവറുകളുടെ ഖബറിനു മുകളിൽ പട്ട് പുതപ്പിക്കുന്നതിനും യാസീൻ, മൗലൂദ്, റാത്തീബ് എന്നിവ ഓതുന്നതിനും ഖബർ സിയാറത്ത് ചെയ്യുന്നതിനും ഇവിടുത്തെ പ്രധാന നേർച്ചയായ അരിയും കുരുമുളകും വാങ്ങിക്കുന്നതിനും ചക്കരക്കഞ്ഞി, വെളിച്ചെണ്ണ എന്നിവ വാങ്ങിക്കുന്നതിനും വൻ തിരക്ക് അനുഭവപ്പെട്ടു. അവറുകളുടെ മക്ബറയിലെ കൊടികുത്തിനോടനുബന്ധിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കലൂപ്പറമ്പിൽ നിന്നും കൊണ്ടുവന്ന 40 അടി ഉയരമുള്ള കൊടി ളുഹർ നമസ്കാരത്തിന് ശേഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരണമരത്തിലേക്ക് കയറ്റുമ്പോൾ 10,000ങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുമുയരുന്ന തക്ബീർ ധ്വനികൾ അന്തരീക്ഷം പുളകിതമാക്കുന്നു. ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇന്ന് ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. കേരളത്തിൽ പലയിടങ്ങളിലും കാഞ്ഞിരമറ്റം ഉറൂസ് ദിവസം ഒരു ഉത്സവ ദിവസമായി ആഘോഷിക്കുന്നു. ഇന്ത്യയിൽ പലയിടങ്ങളിലും വിശിഷ്യ കേരളത്തിലും ആ ധന്യാത്മാവിന്റെ സ്മാരകങ്ങളുണ്ട്. യാസീൻ മൗലൂദ് റാത്തീബ് ഓതുന്നതിന് പള്ളിയിൽ പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. യാസീൻ മൗലൂദ് റാത്തീബ് ഓതുന്നതിന് പള്ളിയിൽ പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്.
സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതത്തിലെ ചില ഏടുകളിൽ നിന്ന് വളരെ ചെറുത്, വളരെ കുറവ് അതിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ കണ്ടത്.